ഹലോ നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ ചാലക്കുടി ടീമുകളായിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇന്നാണ് നമുക്ക് സൗകര്യത്തത്. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ടും തോന്നുന്നുണ്ട് ഇതേപോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട്. എന്തായാലും ഞങ്ങൾ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു 2:30 കൂടി ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി ഭാഗത്തേക്ക് വെച്ച് പിടിച്ചു. പോണ വഴിക്ക് ഇടപെടുന്ന എന്താ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നല്ല മീനൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് കുക്ക് ചെയ്തു. അതിലെ നീല ടീഷർട്ട് ഇട്ട ആളാണ് ഞങ്ങൾ ദിനേശൻ. അവൻ ഒരു പ്രൊഫഷണൽ സിംഗറാണ് കേട്ടോ. ഈ വരുന്ന താരാണ് ഞങ്ങളുടെ ബ്രേസ് മാത്യു. പെട്ടെന്നാണ് ബ്രേസിനെട്ട് ചവിട്ടി പറഞ്ഞേ, എടോ നമ്മുടെ മീൻകറി എന്തായി? പോയി നോക്കാന്ന് പറഞ്ഞ് ഞങ്ങള് കിച്ചണിലേക്ക് ഓടി ചെന്നപ്പോണ്ടല്ലോ, എന്റെ മക്കളെ ആ മീൻ തിളച്ച ഒരു മണം. അതന്നെ ഓക്കെ ഓക്കെ. മീൻകറി തിളച്ചു വന്നപ്പോ നമ്മള് പറയില്ലേ ഇറച്ചിക്കറിയിൽ പട്ടി നിൽക്കണ അരി, എല്ലാവർക്കും ആ സ്മെല്ലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ദിനേശിന്റെ കയ്യിലേക്ക് വെച്ച് ചാറ ഒഴിച്ചു കൊടുത്തു. അവന്റെ ഒരു സന്തോഷം. പിന്നെ എല്ലാവർക്കും കൊടുത്തുട്ടോ, ആരും നമ്മൾ ഒഴിവാക്കിയില്ല. പിന്നെ പടയെ പേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊടുത്ത് യാതൊന്നും മതി. ഞങ്ങൾ ചെന്നിടത്ത് കംപ്ലീറ്റ് ചാലക്കുടിക്കാരൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേറെ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെട്ടു. ഒക്കെ പരിചയം എവിടെയോ കണ്ട് പരിചയമുള്ള കുറെ ആൾക്കാരെ ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ ഒക്കെ ഞങ്ങൾ കൂടി കുറച്ച് നേരം സംസാരിച്ചു. ഫുഡ് കഴിക്കുന്ന പോവാ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്കും ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 1-2 പേരൊക്കെ വന്നിട്ടോ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെയൊക്കെ പോയി. അതൊക്കെ സന്തോഷമല്ലേ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പരിചയമില്ലെങ്കിൽ വരും, നമുക്കൊരു പ്രത്യേക സന്തോഷം. പിന്നെ ആട്ടും പാട്ടും ഡാൻസും. കലാതിലകം പുള്ളി പറഞ്ഞേ ഞാൻ പഠിച്ചപ്പോ ഒരു കലാതിലകമായിരുന്നു എന്ന്. നമുക്ക് നോക്കാട്ടോ. പുള്ളിയുടെ ഒത്തിരി പെർഫോമൻസ് ഉണ്ട്. പുള്ളിയുടെ അല്ല, ഇനി കാണാനേ വന്നുള്ളൂ. നിന്നോടിഷ്ടം കൂടാമോ? നാടിന്റെ രക്തം അളയരുതേ, മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ രക്തം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഞങ്ങളെ റിസോർട്ട് നിൽക്കുന്നത് കാണണ്ടേ? ഇതാണ് കേട്ടോ. ഇതിലാണ് ഞങ്ങൾ താമസിച്ചത്. നിറയെ റിസോർട്ടുകളുണ്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡായിട്ടും നിറയെ റിസോർട്ടുകളുണ്ട്. പിന്നെ ഇന്നലത്തെ ഹെവി ഫുഡ് ഇന്നലെ പിന്നെ പറയാൻ വിട്ടുപോയിട്ടോ. പോർക്ക് ഉണ്ടായി, ബീഫ് ഉണ്ടായി, മീൻകറി ഉണ്ടായി, ഫ്രൂട്ട്സ് ഉണ്ടായി. ഇതെല്ലാം കഴിച്ച് എല്ലാവരും പാട്ട് പാടി അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങി. സത്യത്തിൽ ഞങ്ങൾ 3 മണി വരെ ഉണ്ട് കിടന്നുറങ്ങിയേ. അത് കഴിഞ്ഞപ്പോ നേരം എടുത്തപ്പോ എല്ലാവർക്കും ഒന്ന് വെള്ളത്തിൽ കുളിക്കണം. അങ്ങനെ കുളിക്കാൻ നോക്കിയപ്പോ തൊട്ടടുത്ത് തന്നെ മനോഹരമായിട്ടുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു പുഴ ഒഴുകുണ്ടല്ലോ. ഈ സ്ഥലം പറ്റില്ല പറയാൻ കേട്ടോ. സ്പൂൺ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ നേരെ തൊട്ടടുത്തൊരു പ്ലാവുമെന്ന് പ്ലാവിന്റെ ഇല ഈർക്കിൽ കുത്തി പണ്ട് കാലത്ത് നമ്മൾ പാടത്തൊക്കെ എടുത്ത് കഞ്ഞി കുടിക്കുന്ന അരി കോരിയൊരു കഞ്ഞി കുടി. എൻ്റെ മക്കളെ, അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അതങ്ങനെ കഴിച്ചു നോക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് റെഡി ആയിട്ടോ.
റെഡിയായി എല്ലാവർക്കും കുളിക്കാനുള്ള തിരക്കാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പ്രാവലകുത്തിയുള്ള കഞ്ഞികുടി. വളരെ രസകരമെന്ന് വെച്ചാൽ വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ് അത്. അങ്ങനെ ഞങ്ങൾ നേരെ എല്ലാവരും പുഴയിലേക്ക് പോയി. അങ്ങനെ പുഴയിലെ കുളി കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല വിശപ്പായിട്ടോ. അങ്ങനെ നേരെ റൂമിലേക്ക് വന്നു. ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ എല്ലാവരും ടാറ്റ പറഞ്ഞു. അപ്പോ അടുത്ത വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. ബൈ.